ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. തിച്ചൂർ കാവുങ്കൽ ട്രസ്റ്റിന്റെ പ്രഥമ കഥകളി സ്മരണാഞ്ജലി പുരസ്കാര സമർപ്പണം ഏപ്രിൽ 18 വൈകുന്നേരം 5:15 മുതൽ തിച്ചൂർ അയ്യപ്പസ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഥകളിയുടെ ഈറ്റില്ലം എന്നാണ് കാവുങ്കൽ കളരിയെ വിശേഷിപ്പിക്കുന്നത്. ലോകപ്രശസ്തരായ നിരവധി കഥകളി കലാകാരന്മാരെയും ആചാര്യന്മാരെയും വാർത്തെടുത്തത് ഈ കളരിയിലാണ്. കഥകളിയുടെ ഉറവിടം തേടി ചരിത്രാന്വേഷികൾ എത്തിച്ചേരുന്ന കാവുങ്കൽ കളരി വീണ്ടും സജീവമാകുന്നതിന്റെ ഭാഗമായാണ് കാവുങ്കൽ തറവാട്ടിലെ പ്രശസ്ത കഥകളി ആചാര്യന്മാരായ കാവുങ്കൽ വലിയ ശങ്കരപ്പണിക്കർ, കാവുങ്കൽ ശങ്കരൻകുട്ടി പണിക്കർ, പത്മശ്രീ കാവുങ്കൽ ചാത്തുണ്ണിപ്പണിക്കർ എന്നിവരുടെ പേരിൽ സ്മരണാഞ്ജലി പുരസ്കാരം നൽകുന്നത്. സദനം കറ്റശ്ശേരി രാമൻകുട്ടി നായർ, സദനം കൃഷ്ണൻകുട്ടി നായർ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാൻ എന്നിവരെയാണ് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ഗംഭീരമായിട്ട് അത് നടത്തിയതിനു ശേഷം ഞങ്ങൾ ഈ വർഷത്തെ കഥകളി നിശ്ചയിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ആശാന്റെ കീഴില് ആശാനോട് പറയുകയും അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ഈ പരമ്പര നിലനിൽക്കണം. അതായത് കാവുങ്കൽ പാരമ്പര്യം, കാവുങ്കൽ പെരുമ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വലിയ ലക്ഷ്യമാണ്. പിന്നെ ആശാൻ കഥകളിയിൽ അതിനെ തുടർന്നിട്ട് ഇവരെ അഭ്യസിപ്പിക്കുകയും പിന്നെ ചൊല്ലിയാട്ടം നടത്തുകയും ചെയ്തു. അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മുടെ അടുത്തുണ്ട്. ആ ചൊല്ലിയാട്ടം ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയതാണ് പ്രാക്ടീസ്. അപ്പൊ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ കളരിയില് നമ്മളുടെ ആ ഒരു കഥകളിയുടെ കാലൊച്ച മുടങ്ങി എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട്. തുടർന്ന് കലാമണ്ഡലം സുബ്രഹ്മണ്യൻ ആശാന്റെ നേതൃത്വത്തിൽ ദക്ഷയാഗം മേജർ സെറ്റ് കഥകളി നടക്കും. അശ്വതി ഉണ്ണികൃഷ്ണനും ദേവിക രാജേഷും അവതരിപ്പിക്കുന്ന ഗീതോപദേശവും ചടങ്ങിൽ നടക്കും. പ്രശസ്ത എഴുത്തുകാരൻ കലാധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കര പണിക്കർ, സെക്രട്ടറി അരവിന്ദാക്ഷ പണിക്കർ, വൈസ് പ്രസിഡന്റ് കെ വിജയകുമാർ, മെമ്പർ കെ മോഹനൻ എന്നിവർ പങ്കെടുത്തു. You are watching VCV News.